ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി ഐറ്റമാണ്, ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ് ഫ്രൈഡ് ബ്രിക്കോളി സാലഡ്. ബ്രിക്കോളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് മിനറൽസ് ഉള്ള ഒരു ഐറ്റമാണ് ബ്രിക്കോളി. ഒരു സെലിബ്രിറ്റി ഐറ്റമാണ് ബ്രിക്കോളി എന്ന് പറയുന്നത്. അത് വെച്ചൊരു അടിപൊളി സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രിക്കോളി സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രിക്കോളി കട്ട് ചെയ്തെടുത്തേക്കാണ്, നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തേക്കാണ്. ഇനിയിപ്പം സാലഡ് ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സാലഡിന് സവാള ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ്, ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 2 സവാള കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി. ഇത് ഇത്രയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്ലറി ഉണ്ടാക്കണം. അപ്പോൾ നമുക്കൊരു സ്ലറി ഉണ്ടാക്കാം. സ്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ചാറ്. ഇത് നമ്മുടെ കോൺ പൗഡറാണ്, കോൺഫ്ലോർ. അതൊരു ടേബിൾ സ്പൂൺ ഇട്ടാൽ നമുക്ക്. കൂടെ തന്നെ തേൻ, ഹണി. തേൻ നമുക്ക് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം, നല്ലൊരു മധുരം കിട്ടും. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് എപ്പോഴും ചേർക്കുന്നത് നല്ലതായിരിക്കും. കൂടെ തന്നെ നമുക്ക് കുറച്ച് സോയാ സോസ്. 1 ടീസ്പൂൺ സോയാ സോസ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ബൗൾ വെള്ളം. ഇത് നല്ലോണം ഇനിയിപ്പം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണമൊക്കെ ഇളക്കണം നമുക്ക്. ഇത് നല്ലോണമൊക്കെ മിക്സ് ചെയ്തെടുക്കണം. സ്ലറി ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ സ്ലറി നമ്മുടെ ബ്രിക്കോളി കവർ ചെയ്ത് നിർത്തും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാലഡ് ഉണ്ടാക്കാം. ആദ്യമേ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് തവ വെച്ച് കൊടുത്തേക്കാണ്. ഇൻഡക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യമേ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മതി. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ, അതും അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. 2 സവാള അരിഞ്ഞതാണ്. സവാള ഇട്ടൊന്ന് വഴട്ടാതിനെ. ഇപ്പോൾ സവാള ഇട്ടിട്ട് നല്ലോണം നമ്മളൊന്ന് ഇളക്കി ഒന്ന് വഴട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ്, അതിട്ട് കൊടുക്കാം. നമ്മളൊരു 3 വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞായിരുന്നു. കൂടെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, 1 അല്ലി ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല. 2 പച്ചമുളക് അരിഞ്ഞതാണ്, അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇതിനകത്തോടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ബ്രിക്കോളി ഇടാൻ പോവാണ്. ബ്രിക്കോളി ഇട്ട് കൊടുക്കുക. ബ്രിക്കോളി ഇട്ടിട്ട് നല്ലോണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, നല്ലോണക്കും നമുക്ക് വഴട്ടിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ബ്രിക്കോളി ഇട്ട് നല്ലോണക്കൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നത്, അടച്ച് വെച്ച് വേവിക്കേണ്ട, ഇത് പെട്ടെന്ന് വെന്ത് വരുന്നൊരു ഐറ്റമാണ് ബ്രിക്കോളി. ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ലറി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണമൊക്കെ ഇളക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ കട്ടി പിടിക്കുക. അത് നല്ലോണമൊക്കെ ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണമൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ സ്ലറി ഇപ്പം നമ്മുടെ ഈ ബ്രിക്കോളിയുടെ പുറത്തൊരു കോട്ടിങ് പോണക്കും കവർ ചെയ്തേക്കും. നമ്മൾ ഒഴിച്ച സ്ലറി ഒന്ന് ടൈറ്റായി വരണം. നമ്മുടെ ബ്രിക്കോളിയുടെ പുറത്ത് കോട്ടിങ് ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ബ്രിക്കോളി സാലഡ് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഉള്ള സാധനമാണ് ഈ ബ്രിക്കോളി എന്ന് പറയുന്നത്. നമുക്കിതിപ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രിക്കോളി സാലഡ് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. ന്യൂട്രീഷ്യൻസിൻ്റെ ഒരു കലവറയാണ് നമ്മുടെ ഈ ബ്രിക്കോളി എന്ന് പറയുന്നത്. വെയിറ്റ് ലോസിനും ഫാറ്റ് ബേണിനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ് ഈ ബ്രിക്കോളി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.